അങ്ങനെ നവകേരള സദസ്സിനൊരു അവസാനം വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ നവകേരള സദസ്സിന്റെ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ആ ഒരു ബസ് ഇനി ജനങ്ങൾക്ക് വിട്ടുതരാൻ പോവാണ്. ജനങ്ങൾക്ക് വിട്ടുതരാൻ പോകാന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കത് വാടകയ്ക്കെടുത്ത്, അതായത് കല്യാണത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആഘോഷത്തിനൊക്കെ ഉപയോഗിക്കാവുന്ന രീതിയിൽ തരാൻ പോവുകയാണ്. ഈ എറണാകുളത്തുള്ള കുറച്ച് മണ്ഡലങ്ങളും കൂടി കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അത് കിട്ടുന്നതായിരിക്കും. അതിന് റേറ്റിന്റെ കാര്യത്തിൽ ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും സ്വകാര്യ ആഡംബര ടൂറിസ്റ്റ് ബസ്സുകളേക്കാൾ കുറവായിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് ഏകദേശം ദിവസം 8000 രൂപയോളമാണ് ചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ പുതിയ മന്ത്രി വന്ന് കറക്റ്റായിട്ട് തീരുമാനിക്കും. അപ്പം ഉപയോഗപ്പെടുത്താവുന്നതാണ്. 25 സീറ്റാണ് അതിനകത്തുള്ളത്. പിന്നെ ശുചിമുറിയൊക്കെ ഉണ്ട്. അങ്ങനത്തെ ബസ് കേരളത്തിൽ വളരെ കുറവാണല്ലോ. അപ്പം നമുക്കത് ഉപയോഗിക്കാൻ പറ്റാവുന്നതാണ്. പക്ഷേ ഇത് വാടകയ്ക്ക് എടുക്കുന്നവർ ശ്രദ്ധിക്കുക, ഈ ബസ്സിന്റെ 4 സൈഡും വലിയ വണ്ടക്കാശത്തിൽ എഴുതി വെക്കണം, ഇത് ഞങ്ങളുടെ പരിപാടിയാണ്, ഇത് നവകേരള സദസ്സല്ല, ഞങ്ങളുടെ കല്യാണമാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ പെരേക്കൂടലാണ്. അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന വഴിക്ക് യൂത്ത് കോൺഗ്രസ്സുകാരും മറ്റു പാർട്ടിക്കാരൊക്കെ ചിലപ്പോൾ വല്ല കരിങ്കൊടി കാണിക്കുകയോ ചിലപ്പോൾ കല്ലെറിയോ ഷൂ എറിയുകയോ ഒക്കെ ചെയ്തേക്കാം. ഇനി അങ്ങനെ എഴുതി വെക്കാൻ താല്പര്യമില്ലാത്തവർ കുറച്ച് DYFIക്കാരെയും SFIക്കാരെയും ഒക്കെ വാടകയ്ക്ക് എടുക്കുക, ഈ രക്ഷാപ്രവർത്തകരായിട്ട് കേട്ടോ.